നമസ്കാരം. ഇന്ന് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച ചെയ്യുന്നത് സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനെ കുറിച്ചാണ്. അതിനുമപ്പുറം സുരേഷ് ഗോപി എന്ന നല്ല മനുഷ്യനെ കുറിച്ചും നടനെ കുറിച്ചും ചർച്ചയാവുകയാണ്. നടനെന്ന നിലയിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി. ഇവരുടെ മക്കളും രാധിക സുരേഷ് എന്ന അമ്മയെ കുറിച്ച് സംസാരിക്കുമ്പോൾ 100 നാവാണ്. നടൻ എന്ന നിലയിലും രാഷ്ട്രീയക്കാരൻ എന്ന നിലയിലും സുരേഷ് ഗോപി പൊതുസമൂഹത്തിൽ ഇറങ്ങുമ്പോൾ ബാക്ക് ബോണായി അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ട് ഭാര്യ രാധിക. അവർ ഇല്ലാതെ തന്റെ വീടും താനും ഇല്ലെന്ന നിലവിളക്കാണ് തന്റെ ഭാര്യയെന്നും പലവട്ടം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. മികച്ചൊരു പിന്നണി ഗായികയായിരുന്ന രാധിക വിവാഹശേഷമാണ് ഗാനരംഗത്ത് നിന്ന് പിന്മാറുന്നത്. സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത്. മകൻ മാധവ് ഒരിക്കൽ അമ്മയെക്കുറിച്ച് പറഞ്ഞത് കുടുംബത്തിന് വേണ്ടി എല്ലാം തിരിച്ചു നിന്ന വ്യക്തിയെന്നാണ്. മാധവ് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ വീണ്ടും ശ്രദ്ധേയമാകുന്നത്. ജീവിതകാലം മുഴുവൻ ഉത്തരവാദിത്തങ്ങളുള്ള ഒരാളായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത്. അത് നടനായിട്ടായാലും രാഷ്ട്രീയക്കാരനായിട്ടായാലും അച്ഛൻ അങ്ങനെയുള്ള ആളാണ്. അങ്ങനെ ഒരാൾക്ക് മക്കൾക്കൊപ്പം ഒരുപാട് സമയം ചിലവഴിക്കാൻ സാധിച്ചിട്ടില്ല. ഒരു 2 മണിക്കൂർ കിട്ടിയാൽ എറണാകുളത്ത് നിന്നും അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും വന്ന് സ്പെൻഡ് ചെയ്തു പോകുന്ന ആളായിരുന്നു. സ്വാഭാവികമായിട്ട് വീട് നിലനിർത്താൻ വേണ്ടി ഒരാൾ വീട്ടിൽ നിൽക്കേണ്ടി വന്നു. കരിയറും പാഷനും എല്ലാം മാറ്റിവെച്ച് അങ്ങനെ എല്ലാം തിരിച്ചു വന്നത് എന്റെ അമ്മയാണ്. ആ അമ്മയ്ക്കൊപ്പമാണ് ഞങ്ങൾ മക്കൾ 4 പേരും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. എന്നോട് അച്ഛനെ എത്ര അറിയാം എന്നതിനേക്കാൾ അമ്മയെ എത്ര അറിയാം എന്ന് ചോദിക്കുമ്പോഴാണ് ഉത്തരം പറയാൻ ഈസി. അമ്മ എല്ലാം തിരിച്ച ആളാണ്. ഒരു വിവാഹം നടക്കുമ്പോൾ രണ്ടാൾക്കും ഒരു റോൾ ഉണ്ട് ജീവിതത്തിൽ. ഇവിടെ സുരേഷ് ഗോപി പ്രൊവൈഡർ ആണ്. അതേപോലെ പ്രൊവൈഡ് ചെയ്തു കൊണ്ടുവരുന്ന കാര്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം സാക്രിഫൈസ് ചെയ്ത ആളാണ് രാധിക സുരേഷ്. അമ്മ എല്ലാ കാര്യങ്ങളും കൊണ്ട് മക്കൾക്ക് വേണ്ടി എല്ലാം തിരിച്ച ആളാണ് എന്റെ അമ്മ. ആ ത്യജിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ ജനറേഷനിൽ ഒന്നും കാണാനില്ല. പക്ഷേ ഞാൻ കണ്ടു വളർന്നത് എല്ലാം തിരിച്ച എന്റെ അമ്മയാണ്. ഞങ്ങൾ മക്കളുടെ വിദ്യാഭ്യാസം രണ്ടാൾക്കും നിർബന്ധമായിരുന്നുവെങ്കിലും അമ്മയാണ് കൂടുതൽ ഇടപെട്ടിട്ടുള്ളത്. 1990 ഫെബ്രുവരി 8-നായിരുന്നു ഇവർ വിവാഹിതരായത്. ഗോകുൽ സുരേഷ്, ഭാഗ്യ സുരേഷ്, ഭാവനി സുരേഷ്, മാധവ് സുരേഷ് എന്നിവർ മക്കളാണ്. സുരേഷ് ഗോപിയും രാധികയും നേരിൽ കാണുന്നത് പോലെ വിവാഹ നിശ്ചയം കഴിഞ്ഞതിനു ശേഷമാണെന്ന് താരം തുറന്നു പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിക്ക് അച്ഛൻ ഗോപിനാഥൻ പിള്ളയും അമ്മ വി ജ്ഞാനലക്ഷ്മിയും ചേർന്നാണ് രാധികയെ വിവാഹം ആലോചിച്ചതെന്ന് സുരേഷ് ഗോപി മുൻപ് പറഞ്ഞിരുന്നു. ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ അപ്പോഴും രാധിക തന്നെ ആകണം ഭാര്യ എന്ന് അദ്ദേഹം ഇപ്പോഴും പറയാറുണ്ട്. രാധികയ്ക്ക് 18 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് വിവാഹം നടക്കുന്നത്. ഇപ്പോൾ 53 വയസ്സാണ് രാധികയ്ക്ക്. സുരേഷ് ഗോപിക്ക് പ്രായം 66-ഉം 13 വയസ്സ് വ്യത്യാസമാണ് രണ്ടാൾക്കും. ഒരു വിവാഹം സങ്കല്പം ഒക്കെ ഉണ്ടാവുന്നതിന് മുൻപ് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു എന്ന് ഒരിക്കൽ രാധിക പറഞ്ഞിരുന്നു. അതേസമയം എന്നെന്നും ആർക്കും അസൂയ തോന്നുന്ന ഒരു താരദാമ്പത്യം കൂടിയാണ് സുരേഷ് ഗോപി രാധിക ദമ്പതികളുടേത്. ദൈവനിയോഗം പോലെ രാധിക തന്നെ തനിക്ക് ഭാര്യയായി വന്നെന്നും തങ്ങളുടെ സങ്കല്പത്തിലെ ഭാര്യയായിരുന്നു ഇതെന്നും സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിട്ടുണ്ട് പലവട്ടം. വേർപെട്ടുപോയ മകൾ ലക്ഷ്മി അടക്കം 5 കുഞ്ഞുങ്ങളായിരുന്നു ഇരുവർക്കും. മകളുടെ വേർപാട് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഇരുവർക്കും. ഇന്നും ആ മകളോടുള്ള സ്നേഹമാണ് ഇരുവരുടെയും നെഞ്ചിനുള്ളിൽ. തിരുവനന്തപുരത്തെ ലക്ഷ്മി എന്ന വീട്ടിൽ എന്നും മൂത്ത മകൾ കഴിഞ്ഞ് മറ്റെന്തുമുള്ളൂ ഇവർക്ക് എന്നാണ് പ്രിയപ്പെട്ടവർ സാക്ഷ്യപ്പെടുത്തുന്നത്. പല വേദികളിലും മകളോടുള്ള സ്നേഹം സുരേഷ് ഗോപി തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഭാഗ്യ, ഭാവനി, ഗോകുൽ, മാധവ് എന്നിങ്ങനെ 4 മക്കളാണ് രാധികയ്ക്കും സുരേഷ് ഗോപിക്കും ഉള്ളത്.